നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടപ്പനയിലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ദുരൂഹത മറനീങ്ങുന്നില്ല. ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളാണ്. അയൽവാസികളിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് എന്നത് വ്യക്തം. ഒരു വർക്ക്ഷോപ്പിലെ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണിപ്പോൾ വലിയ വഴിത്തിരിവിലേക്ക് എത്തുന്നത്. മോഷണക്കേസിൽ പിടിയിലായ കാക്കാട്ടുകടയിൽ താമസിക്കുന്ന വിഷ്ണുവിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പൂട്ടിയിട്ടിരിക്കുന്ന നിലയിൽ 2 സ്ത്രീകളെ കണ്ടെത്തിയത്. വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയുമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്ന വിവരം പുറത്താർക്കും അറിയില്ലായിരുന്നുവെന്നാണ് പഞ്ചായത്ത് മെമ്പർ രമാ മനോഹരനും വിശദീകരിക്കുന്നത്. പലതവണ വീട്ടിൽ വന്നപ്പോഴും വീട്ടിലുള്ളവരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ സമയവും വീട് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിനുള്ളിൽ വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയുമുള്ള വിവരം അറിയില്ലായിരുന്നു. അച്ഛനും മകനും മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്കെടുത്തത്. വിഷ്ണുവിനെ മാത്രമേ തങ്ങൾക്ക് അറിയാവൂ എന്നും പഞ്ചായത്ത് മെമ്പർ രമാ മനോഹരൻ പറയുന്നു. പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ അമ്മയെയും സഹോദരിയെയും മോചിപ്പിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതോടുകൂടിയാണ് പോലീസ് കൂടുതൽ ജാഗരൂകരാകുന്നത്. 2 കൊലപാതകങ്ങളുടെ വിവരങ്ങളാണ് സ്ത്രീകൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. 6 മാസം മുമ്പ് ഇവരുടെ അച്ഛൻ വിജയനും മകൻ വിഷ്ണുവിന്റെ കൂട്ടുകാരൻ നിതീഷും തമ്മിലുണ്ടായ അടിപിടിയിൽ മരിച്ചുവെന്നാണ് മൊഴി. സംഭവം ആരെയും അറിയിക്കാതെ മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടുവെന്നും സഹോദരി മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ സഹോദരിക്ക് നിതീഷുമായിട്ടുണ്ടായ ബന്ധത്തിൽ 2016 ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. കുഞ്ഞിന് 4 മാസം പ്രായമുള്ളപ്പോൾ തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നാണ് വിവരം. ഇത് ആഭിചാരത്തിന്റെ ഭാഗമാണെന്ന സംശയവും പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ 2 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇന്ന് തുറന്ന കോടതിയിൽ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വിടുക. ശേഷമായിരിക്കും ഇരുവരെയും കൂട്ടി ആ വാടക വീട്ടിലേക്ക് എത്തി കൂടുതൽ തെളിവെടുപ്പ് നടക്കുന്നത്. പോലീസ് ഏതായാലും ആ വീടിന് ചുറ്റും കാവൽ നിൽക്കുകയാണ്. ആ വീടിന് മറ്റ് നാട്ടുകാർ അകത്തേക്ക് കടക്കാതിരിക്കാനായി സീൽ ചെയ്ത നിലയിലുമാണ്. എന്തായാലും ഈ മെമ്പറിന്റെ അടക്കമുള്ളവരുടെ മൊഴി ഞെട്ടലോടുകൂടി തന്നെയാണ് നാട്ടുകാർ കാണുന്നത്. കാരണം ഈ 2 സ്ത്രീകൾ വീടിനകത്തുള്ള വിവരം അറിയാതെ ആണ് ഈ മെമ്പർ അടക്കമുള്ളവർ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. വിഷ്ണുവിനെ മാത്രമേ അറിയാവൂ. അച്ഛനുള്ള വിവരം അറിയാമായിരുന്നു. പക്ഷേ കുറച്ചു നാളിന് ശേഷം അച്ഛനെയും കാണാതില്ല. കൂടുതലും ഈ വിഷ്ണുവിനെയാണ് കണ്ടിരുന്നത്. പുറത്തേക്ക് എന്തേ അച്ഛനെ കാണാത്തത് എന്ന ചോദ്യത്തിനൊക്കെ തന്നെ അച്ഛന് അത്ര നല്ല ആരോഗ്യസ്ഥിതി മെച്ചമുള്ളതല്ല. അതിനാൽ തന്നെ എപ്പോഴും വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഈ 2 പേരെയും, ഈ അമ്മയും സഹോദരിയും വീടിനുള്ളിൽ പൂട്ടിയിട്ടത് എന്നറിയില്ല. ഒരുപക്ഷെ ഈ അച്ഛന്റെ കൊലപാതകം പുറത്താരെയും അറിയിക്കാതിരിക്കാനാണോ, അങ്ങനെ പുറത്തു പോകാതിരിക്കാനാണോ ഇവരെ മുറിയിൽ പൂട്ടിയിട്ടതെന്ന വിവരം അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഉണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്ക് വീട് എടുത്ത സമയത്ത് തന്നെ അച്ഛനും മകനും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ അച്ഛന്റെ കൊലപാതകം മുൻകൂട്ടി കരുതി കൂട്ടിയിട്ടാണോ ഈ അമ്മയും സഹോദരിയും ഉള്ള വിവരം പുറത്ത് പറയാത്തത്? അങ്ങനെ മുഴുവനായി നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പല സംശയങ്ങൾ, പല ദുരൂഹതം, പല ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഈ കുഞ്ഞിനെ എന്തിനാണ് കൊന്നത്? അപ്പോൾ തന്നെ ഈ കുഞ്ഞിനെയും വീടിനകത്ത് തന്നെയാണ് മൃതശരീരം ഒളിപ്പിച്ചത്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മോഷണ ശ്രമം ഇപ്പോഴും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് ഒന്നും തന്നെ പോലീസ് സംഘം എത്തില്ല എന്നതാണ് മറ്റൊരു വിവരം. എന്തായാലും ഞെട്ടലോടുകൂടിയാണ് ഈ നാട്ടുകാർ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഈ ഒരു വിശദാംശങ്ങൾ കേൾട്ടറിയുന്നത്. എന്തായാലും ആ വീട് തുറന്ന് ഒരുപക്ഷെ ഈ മൃതശരീരം വീടിനകത്താണ് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോലീസ് എത്തുന്നത്.